ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ +1 എക്കണോമിക്സിൻ്റെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിലുള്ള സെക്കൻഡ് ചാപ്റ്ററിൽ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇഫക്റ്റ് ഓഫ് പോളിസീസ് ഫ്രം 1950 to 90 ഓൺ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. നമ്മുടെ ഗവൺമെൻറ് പോളിസീസ് 1950 മുതൽ 90 വരെയുള്ള ഗവൺമെൻറ് പോളിസീസ് കാരണം ഇവിടെയുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, വ്യവസായ വികസനത്തിൽ എന്തൊക്കെ ഇഫക്റ്റാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ആ പോളിസി ഇവിടെ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത്, വ്യവസായ നയം വ്യവസായ വികസനത്തിന് ഉണ്ടാക്കിയ ഫലങ്ങൾ എന്തെല്ലാം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇവിടെ. ഓക്കെ, ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യാസ് ഇൻഡസ്ട്രിയൽ സെക്ടർ ഡ്യൂറിങ് ദ ഫസ്റ്റ് 7 plans are impressive indeed. The proportion of GDP contributed by the industrial sector increased in the period from 13% to 1950-51 to 24.6% from in 1990-91. അപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ, ഏത് കാലഘട്ടത്തിൽ 1950 മുതൽ 1990 വരെയുള്ള ഇന്ത്യയുടെ നയങ്ങൾ കാരണം ഇവിടെയുള്ള വ്യവസായ മേഖലയ്ക്ക് വളരെയധികം മുന്നോട്ട് പുരോഗതി ഉണ്ടായി. ഓക്കെ, ആ പുരോഗതി നമുക്ക് കണക്കാക്കാനുള്ള ഫസ്റ്റ് ക്രൈറ്റീരിയയാണ് ദ പ്രപ്പോർഷൻ ഓഫ് GDP കോൺട്രിബ്യൂട്ടഡ് ബൈ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ. നമ്മുടെ വ്യവസായ മേഖല നമ്മുടെ GDPയുടെ എത്ര ഭാഗം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, സംഭാവന ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അത് 1950-51 ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ വെറും 13%, അത് 1990-91 അത് എത്ര പെർസെൻറ്റേജ് ആയിട്ട് കൂടി? 24.6% ആയിട്ട് വർദ്ധിച്ചു. അപ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്, വലിയൊരു പുരോഗതി തന്നെയാണ്. ഏകദേശം ഡബിളായി, 13% 24.6 എത്തി. The rise in industry's share of GDP is an important indicator of development. ഏതൊരു രാജ്യത്തിൻ്റെയും GDPയിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ഷെയർ കൂടുക എന്ന് പറഞ്ഞാൽ ആ രാജ്യം ഡെവലപ്മെൻറ്റിലേക്ക്, വികസനത്തിലേക്ക് പോവുക എന്നതാണ് അർത്ഥം. The 6% annual growth rate of the industrial sector during the period is commendable. ഈ കാലഘട്ടത്തിൽ ഓരോ വർഷവും വാർഷിക വളർച്ചാ നിരക്ക്, ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ വാർഷിക വളർച്ചാ നിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരുന്നു? 6% ആയിരുന്നു. ഇൻഡസ്ട്രിയൽ സെക്ടർ ഓരോ വർഷവും 6% വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു, വളർച്ച ഉണ്ടായിരുന്നു. ഇത് വളരെ നല്ലൊരു വളർച്ചാ നിരക്കാണ്. നോ ലോങ്ങർ വാസ് ഇന്ത്യൻ ഇൻഡസ്ട്രി റെസ്ട്രിക്റ്റഡ് ലാർജ്ലി ടു കോട്ടൺ, ടെക്സ്റ്റൈൽസ് ആൻഡ് ജൂട്ട്. In fact, the industrial sector became well diversified by 1990, largely due to the public sector. അപ്പോൾ പണ്ട് നമ്മൾ പറഞ്ഞൊരു ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കോട്ടണും ജൂട്ടും ടെക്സ്റ്റൈൽസും മാത്രമേ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അത് മാറി ഏകദേശം 1990 ആയപ്പോഴത്തേക്കും നല്ല ഡൈവേഴ്സിഫൈഡ് എന്ന് പറഞ്ഞിട്ട് എന്താ, വിവിധങ്ങളായിട്ടുള്ള വൈവിധ്യമാർന്ന ഇൻഡസ്ട്രി നമ്മുടെ നാട്ടിലുണ്ടായി. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെയുള്ള പബ്ലിക് സെക്ടറിൻ്റെ, പൊതുമേഖലയുടെ നിലനിൽപ്പാണ്. പൊതുമേഖലയാണ് ഈ മേഖലകളിലൊക്കെ പോയിട്ട് പലതരത്തിലുള്ള ഇൻഡസ്ട്രീസും ഒക്കെ തുടങ്ങി വെച്ചത്. ദ പ്രൊമോഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഗേവ് ഓപ്പർച്യൂണിറ്റീസ് ടു ദോസ് പീപ്പിൾ ഹു ഡിഡ് നോട്ട് ഹാവ് ക്യാപിറ്റൽ ടു സ്റ്റാർട്ട് ലാർജ് ഫേംസ് ടു ഗെറ്റ് ഇൻ ടു ബിസിനസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പറ്റിയിട്ട്. ആ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോഷൻ എന്തിന് കാരണമാക്കി? ഇങ്ങനെ വലിയ പൈസയൊന്നും മുടക്കാൻ പറ്റാത്ത സംരംഭകരെ അവരെ ഹെൽപ്പ് ചെയ്തു. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഗവൺമെൻറ് നേരിട്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യുന്നതും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ഇങ്ങനെ അധികം പൈസ മുടക്കാനില്ലാത്ത സംരംഭകരെ വളരെയധികം സഹായിച്ചു. പ്രൊട്ടക്ഷൻ ഫ്രം ഫോറിൻ കോമ്പറ്റീഷൻ എനേബിൾഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിജിനസ് ഇൻഡസ്ട്രീസ് ഇൻ ദ ഏരിയാസ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഓട്ടോമൊബൈൽ സെക്ടർ വിച്ച് അതർവൈസ് കുഡ് നോട്ട് ഹാവ് ഡെവലപ്ഡ്. മറ്റൊരു കാര്യം എന്ന്
പറഞ്ഞാൽ നമ്മുടെ ആഭ്യന്തര വ്യവസായത്തെ, നമ്മുടെ നാട്ടിലുള്ള വ്യവസായത്തെ ഗവൺമെൻറ് പ്രൊട്ടക്റ്റ് ചെയ്തു. നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ താരിഫിലൂടെയും കോട്ടയിലൂടെയൊക്കെ ഫോറിൻ വ്യവസായശാലകളുമായി കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത ഇന്ത്യൻ വ്യവസായങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ കാരണം ഇവിടെയുള്ള ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയും ഓട്ടോമൊബൈൽസ് സെക്ടറും വളരെയധികം പുരോഗതി പ്രാപിച്ചു. കാരണം ആ മേഖലയിലൊക്കെ ഫോറിൻ സെക്ടറിനെ ഇവിടേക്ക് കടത്തി വിട്ടിരുന്നെങ്കിൽ പിന്നെ അത് ഒരിക്കലും ആഭ്യന്തര വ്യവസായ മേഖല ഒരിക്കലും വളരുമായിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾക്ക് എന്തായിട്ട് പറയാം, നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ പിന്നെ ഡെവലപ്മെൻറ്റ് ഗുണങ്ങളായിട്ട് പറയാം. നമ്മുടെ വ്യവസായ നയം കാരണം, ഇൻഡസ്ട്രിയൽ പോളിസി കാരണം 1950 to 1990 വരെയുള്ള കാലത്ത് ഇവിടെയുള്ള ഇൻഡസ്ട്രിയൽ സെക്ടർ വ്യവസായ മേഖലയ്ക്ക് ഉണ്ടായ ഗുണങ്ങളായിട്ട് ഈ പോയിൻറ്റ്സൊക്കെ പറയാം. ഇനി നമ്മൾ പറയാൻ പോകുന്ന അതിൽ ചെറിയ പോരായ്മകളുണ്ട്. അതെന്തൊക്കെയാണ് പോരായ്മകൾ എന്നാണ് പറയുന്നത്. ഇൻസ്പൈറ്റ് ഓഫ് ദ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ദ പബ്ലിക് സെക്ടർ ടു ദ ഗ്രോത്ത് ഓഫ് ദ ഇന്ത്യൻ ഇക്കോണമി, സം എക്കണോമിക്സ് ആർ ക്രിട്ടിക്കൽ ഓഫ് ദ പെർഫോമൻസ് ഓഫ് മെനി പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. നമ്മുടെ ഇവിടെയുള്ള ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. അവരുടെ പെർഫോമൻസ്, അവരുടെ ഒരു പ്രകടനം അത്ര മെച്ചപ്പെട്ടതായിരുന്നില്ല എന്നാണ് പല എക്കണോമിസ്റ്റുകളും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ചാപ്റ്റർ ദാറ്റ് ഇനീഷ്യലി പബ്ലിക് സെക്ടർ വാസ് റിക്വയർഡ് ഇൻ എ ബിഗ് വേ. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നമ്മുടെ ഇന്ത്യയിൽ ആ വ്യവസായം പുരോഗതി പ്രാപിക്കണമെങ്കിൽ പബ്ലിക് സെക്ടർ ആവശ്യമാണ്. കാരണം പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്, വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും പബ്ലിക് സെക്ടറിനെ കഴിയുള്ളൂ. അതുപോലെ മാർക്കറ്റിങ്ങൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് പബ്ലിക് സെക്ടറിനെ ഈ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് നൗ വൈഡ്ലി ഹെൽഡ് ദാറ്റ് സ്റ്റേറ്റ് എൻ്റർപ്രൈസസ് കണ്ടിന്യൂ ടു പ്രൊഡ്യൂസ് സർട്ടൻ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഓഫൺ മോണോപ്ലൈസിങ് ദം ഓൾദോ ദിസ് വാസ് നോ ലോങ്ങർ റിക്വയർഡ്. ഒരാവശ്യവുമില്ലാത്ത, ക്രിട്ടിക്സ് പറയുന്നതാണ്, ഇതിൻ്റെ വിമർശകർ പറയുന്ന കാര്യമാണ്, പബ്ലിക് സെക്ടർ തിരിഞ്ഞു നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ലാത്ത പല സാധനങ്ങളും ഈ പബ്ലിക് സെക്ടർ പിന്നെ എന്താ പറയുക കയ്യിൽ വെക്കാൻ തുടങ്ങി. പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് മൂലധന ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് പബ്ലിക് സെക്ടർ നോക്കേണ്ടത്. പക്ഷെ അതൊന്നും അല്ലാത്ത പല കാര്യങ്ങളിലും പബ്ലിക് സെക്ടറിൻ്റെ കീഴിലാക്കുകയും അത് വളരെ നഷ്ടത്തിലൊക്കെ ഓടുകയും ചെയ്തു. ഒരു എക്സാമ്പിളാണ്, ഇറ്റ് ഈസ് ദ പ്രൊവിഷൻ ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ്. ദിസ് ഇൻഡസ്ട്രി continued to be reserved for the public sector even after it was realized that private sector firms could also provide it. Yes, this industry continued to be reserved for public sector even after it was realized that private sector firms could also provide it. Due to the absence of competition, even till late 1990s, when I had to wait for a long time to get a telephone connection. അപ്പോൾ അത് ഏകദേശം 1990 ഞങ്ങളുടെയൊക്കെ കാലത്താണ്. നിങ്ങൾക്കൊക്കെ ഇപ്പം ഇന്ന് ഫോൺ വേണമെന്ന് വിചാരിച്ചാൽ ഇപ്പം നിങ്ങൾക്ക് പോയിട്ട് ഫോൺ വാങ്ങിയിട്ട് അതിൻ്റെ കണക്ഷനും അപ്പം തന്നെ ആധാർ കാർഡ് കൊടുത്താൽ കിട്ടും. ഞങ്ങൾക്കൊരു ലാൻഡ് ഫോൺ വേണമെങ്കിൽ, അന്ന് ലാൻഡ് ഫോണേ ഉള്ളൂ, ലാൻഡ് ഫോൺ വേണമെങ്കിൽ നമ്മൾ പിന്നെ അപ്ലൈ ചെയ്തിട്ട് എന്തോ ഒരു OIC എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ കൂടുതൽ പൈസ കൊടുത്ത് അപ്ലൈ ചെയ്താൽ 6 മാസത്തിനുള്ളിൽ കിട്ടും. അതല്ലെങ്കിൽ 1-2 കൊല്ലം കഴിഞ്ഞിട്ടേ കിട്ടുമായിരുന്നുള്ളൂ. കാരണം എന്താണ്, അവിടെ കോമ്പറ്റീഷൻ ഇല്ല, വെറും ഏത് മാത്രമേ ഉള്ളൂ, ടെലിഫോൺസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ സർവീസസ് ഒക്കെ എന്താവുള്ളൂ, കുറച്ചും കൂടി പിന്നെ കുറച്ചും കൂടി സ്പീഡപ്പ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കൂടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഡ്രോബാക്കാണ് അടുത്തതായിട്ട് പറയുന്നത്. അനദർ ഇൻസ്റ്റൻസ് കുഡ് ബി ദ establishment of modern bread, a bread manufacturing firm, as if the private sector could not manufacture bread. In 2001 this firm was sold to the private sector. അപ്പോൾ അന്ന് ഒരു മോഡേൺ ബ്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള, ഇപ്പോഴും ഉണ്ട് മോഡേൺ ബ്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേം ഉണ്ടായിരുന്നു. അത് ആരുടെ കീഴിലായിരുന്നു? ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. അതൊന്നും ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന, നമ്മൾ പറഞ്ഞ എന്താ, വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരുപാട് ക്യാപിറ്റൽ ആവശ്യമായിട്ടുള്ള വ്യവസായങ്ങളാണ് ഏത് സെക്ടറിൽ നിന്നാണ്? പബ്ലിക് സെക്ടറിൽ. ദ പോയിന്റ് ഈസ് ദാറ്റ്
After 4 decades of planned development of Indian economy, no distinction was made between what the public sector alone can do and what the private sector alone can do. For example, even now, only the public sector supplies national defense, and even though the private sector can manage hotels well, yet the government also runs hotels. അപ്പം നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലമായിട്ട് നമ്മൾ ഇതുവരെ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കിയിട്ടില്ല, വേർതിരിവ് ഉണ്ടാക്കിയിട്ടില്ല. ഏത് മാത്രമാണ് പബ്ലിക് സെക്ടറിൽ വരേണ്ടത് അല്ലെങ്കിൽ പൊതുമേഖലയിൽ വരേണ്ടത്, ഏത് വ്യവസായങ്ങളാണ് പ്രൈവറ്റ് സെക്ടറിൽ സ്വകാര്യ മേഖലയിൽ മാത്രം വരേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ പ്രൈവറ്റ് സെക്ടറിൽ ധാരാളം ഹോട്ടലുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും പബ്ലിക് സെക്ടറിലും ഗവൺമെൻറ് പൊതുമേഖലയിലും എന്ത് നടക്കുന്നുണ്ട്, ഹോട്ടലുകൾ നടത്തുന്നുണ്ട്. This has led some scholars to argue that the state should get out of areas which the private sector manage, and the government may concentrate its resources on important services which the private sector cannot provide. അപ്പോൾ ഇതിൻ്റെ വിമർശകർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രൈവറ്റ് സെക്ടറിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വ്യവസായങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കുകയും പ്രൈവറ്റ് സെക്ടറിനെ മാനേജ് കഴിയാൻ പറ്റാത്ത വ്യവസായങ്ങൾ മാത്രം ഗവൺമെൻറ് ഏറ്റെടുക്കുകയും വേണം എന്നാണ് പറയുന്നത്. മെനി പബ്ലിക് സെക്ടർ ഫേംസ് ഇൻകേർഡ്, വേറൊരു ക്രിറ്റിസിസാണ് കേട്ടോ വരുന്നത്, ഹ്യൂജ് ലോസസ്. മെനി പബ്ലിക് സെക്ടർ ഫേംസ് ഇൻകേർഡ് ഹ്യൂജ് ലോസസ് but continue to function because it is difficult to close a government undertaking even if it is a drain on the nation's limited resources. നമുക്കറിയാം ഒരുപാട് പബ്ലിക് സെക്ടർ ഫേംസ് ഭയങ്കര നഷ്ടത്തിലാണ് ഓടുന്നത്. അപ്പോൾ ഈ നഷ്ടത്തിലോടുന്ന പബ്ലിക് സെക്ടർ ഫേംസ് നമുക്ക് എത്രയോ കാലങ്ങളായിട്ട് നഷ്ടത്തിലോടുന്നത് നമുക്ക് അടച്ചു പൂട്ടാനും പറ്റുന്നില്ല. കാരണം എന്താണ്, ഇത് ഗവൺമെൻറ് സെക്ടറിലാണ് ഉള്ളത്. അതുകൊണ്ട് അത് അടച്ചു പൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ തൊഴിൽ നഷ്ടമാവും. പിന്നെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം ഇത് അടച്ചു പൂട്ടാനും പറ്റുന്നില്ല. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ KSRTC. This does not mean that private firms are always profitable. Indeed, quite a few of the public sector firms were originally private firms which were on the verge of closure due to losses. They were then nationalized to protect the jobs of the workers. However, a loss-making private sector firm will not waste resources by being kept running despite losses. അപ്പോൾ അവിടെ പറയുന്ന ഒരു പ്രൈവറ്റ് സെക്ടർ ഫേമിൽ തുടർച്ചയായ നഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തിയും ആ നഷ്ടം സഹിച്ച് ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ റെഡിയാവില്ല. അവരൊന്നുകിൽ ആ സ്ഥാപനം വിൽക്കും അല്ലെങ്കിൽ അത് അടച്ചുപൂട്ടും. പക്ഷെ പബ്ലിക് സെക്ടർ ഫേംസ് അങ്ങനെയല്ല. അവർ എത്രയോ കാലങ്ങളായി നഷ്ടത്തിലാണെങ്കിൽ പോലും അവിടെയുള്ള മാനുഷികമായ പരിഗണന കൊണ്ടും പിന്നെ ജനക്ഷേമമാണ് അവരുടെ മുൻപന്തിയിൽ എന്നുള്ള പരിഗണന കൊണ്ടും അവർ എത്രയോ നഷ്ടം സഹിച്ചും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം അത് ഇവിടുത്തെ വ്യവസായ നയത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയണം. The need to obtain a license to start an industry was misused by industrial houses. A big industrialist would get a license not for starting a new firm but to prevent competitors from starting new firms. അടുത്തതായിട്ട് പറയാൻ പോകുന്ന വലിയൊരു ക്രിറ്റിസിസാണ് ഈ ലൈസൻസ് പെർമിറ്റ്. എന്തിനും ഏതിനും ലൈസൻസും പെർമിറ്റും വേണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ആ ലൈസൻസ് പെർമിറ്റ് രാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം തന്നെ ഇന്ത്യയിലുണ്ടായി. അവിടെ എന്തിനും അപ്പോൾ വലിയ വലിയ ബിസിനസ് ഫേംസ്, ബിഗ് ഇൻഡസ്ട്രിയൽ ഹൗസസ് ഒക്കെ അവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ലൈസൻസ് കിട്ടാതിരിക്കാൻ അവരവരുടെ ഇൻഫ്ലുവൻസ് ഒക്കെ വെച്ചിട്ട് ലൈസൻസ് മേടിച്ചു വയ്ക്കും, പുതിയ ഫേംസിനെ അങ്ങോട്ട് കടത്താതിരിക്കാൻ വേണ്ടിയിട്ട്. The excessive regulation of what came to be called permit license raj prevented certain firms from becoming more efficient. ഈ പെർമിറ്റ് ലൈസൻസ് രാജ് എന്നുള്ളത് പിന്നെ ഫേംസിനെ കൂടുതൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായത്. കാരണം അവർക്ക് എന്ത് ചെയ്യണമെങ്കിലും എന്ത് വേണം, ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് വേണം. ഈ ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് അവർ പെട്ടെന്ന് കൊടുക്കുക, അതൊട്ടില്ല വേണം. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക, നമ്മൾ ഇന്നലെ എക്സാമ്പിൾ പറഞ്ഞു, മിഥുനം സിനിമയുടെ എക്സാമ്പിൾ പറഞ്ഞു, അവർ കൈക്കൂലി കൊടുത്തു അങ്ങനെ ഇങ്ങനെയൊക്കെ ലൈസൻസ് വാങ്ങാൻ നോക്കുകയും. അപ്പം ഇത് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ സെക്ടറിലുള്ള ഒരു വ്യവസായശാലയെ
പിന്നെ എഫിഷ്യൻ്റ് ആക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. More time was spent by industrialists in trying to obtain a license or lobby with the concerned ministries rather than on thinking about how to improve their products. ഓരോ ഇൻഡസ്ട്രിയലിസ്റ്റും കൂടുതൽ സമയം അവരുടെ പ്രൊഡക്റ്റ് എങ്ങനെ നന്നാക്കണം, അതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം, ഏത് പുതിയ മോഡേൺ ടെക്നോളജി ഉപയോഗിക്കണം, ഏത് തരത്തിൽ ഉൽപ്പാദിപ്പിക്കണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇതിനെങ്ങനെയാ ലൈസൻസ് കിട്ടുക, ആരെയാ പോയി കൈക്കൂലി കൊടുക്കുക, ആരോട് പറഞ്ഞാലാണ് ഇത് ശരിയാവുക എന്ന രീതിയിൽ ചിന്തിക്കേണ്ട ഒരവസ്ഥയായിരുന്നു അന്ന്. The protection, അടുത്ത criticism ആണ്, the protection from foreign competition was also being criticized on the ground that it continued even after it proved to do more harm than good. നമ്മുടെ പിന്നെ വിദേശത്ത് നിന്നുള്ള ഇറക്കുമതിയെ നമ്മൾ പിന്നെന്താ പറയുക, നമ്മൾ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇവിടെയുള്ള ഇൻഡസ്ട്രീസിനെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ സംരക്ഷിച്ചത് ഒരു പക്ഷേ അതിനെയും ഒരുപാട് ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടേക്ക് നല്ല കമ്പനികളിൽ നിന്നുള്ള നല്ല സാധനങ്ങൾ ഇറക്കുമതി വരാത്തത് കൊണ്ട് ഇവിടെയുള്ള കമ്പനികൾ അവരെന്താ വിചാരിക്കുക, ഞങ്ങൾ എന്ത് ഉൽപ്പാദിപ്പിച്ചാലും ഇന്ത്യക്കാർ ഇത് വാങ്ങിക്കോളും, ഇന്ത്യയിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ, ഇവരിത് വാങ്ങിക്കോളും. അപ്പോൾ ഇവിടുത്തെ സാധനത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ അത് ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ നിന്നും ക്വാളിറ്റി മുന്നോട്ട് പോയില്ല, അത് ഇമ്പ്രൂവ് ചെയ്യാൻ ഇവിടുത്തെ വ്യവസായശാലകൾ തയ്യാറായുമില്ല. മനസ്സിലായി, അതൊരു ദോഷമാണ് ശരിക്കും. പിന്നെ the protection from foreign competition was also being criticized on the ground that it continued even after it proved to do more harm than good. കൂടുതൽ ദുഷ്ഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്ന് അറിഞ്ഞതിന് ശേഷവും ഈ പ്രൊട്ടക്ഷൻ ഫ്രം ഫോറിൻ കോമ്പറ്റീഷൻ കണ്ടിന്യൂ ചെയ്തു. Due to restrictions on imports, the Indian consumers had to purchase whatever the Indian producers produced. ഇവിടെയുള്ള ഉൽപ്പാദകർ എന്ത് ഉൽപ്പാദിപ്പിച്ചാലും അത് വാങ്ങി ഉപയോഗിക്കേണ്ട ഗതികേടായിരുന്നു ഇവിടെയുള്ള കൺസ്യൂമേഴ്സിന്. The producers were aware that they had a captive market, so they had no incentive to improve the quality of their good. പ്രൊഡ്യൂസേഴ്സിന് അറിയാം നമ്മൾ എന്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇവർക്ക് ഇത് വാങ്ങേണ്ടി വരും, കാരണം വേറൊരു കോമ്പറ്റീഷൻ അവർക്കില്ല. അപ്പം അങ്ങനെ ഇതൊരു മോശം ഇതായിരുന്നു. ഇനി എ ഫ്യൂ എക്കണോമിക്സ് ഓൾസോ പോയിന്റ് ഔട്ട് ദാറ്റ് ദ പബ്ലിക് സെക്ടർ ഈസ് നോട്ട് മെന്റ് ഫോർ ഏർണിംഗ് പ്രോഫിറ്റ്സ് ബട്ട് പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദ നേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ചില ചിന്തകർ സാമ്പത്തിക ശാസ്ത്രകാരന്മാർ പറയുന്നത് പൊതുമേഖല എന്ന് പറഞ്ഞത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടുള്ള ഇതല്ല, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. The public sector firms on this view should be evaluated on the basis of the extent to which they contribute to the welfare of the people and not on the profits they earn. Regarding protection, some economists hold that we should protect our producers from foreign competition as long as the rich nations continue to do so. Owing to all these conflicts, economists call for a change in our policy. This, along with other problems, led the government to introduce a new economic policy. അങ്ങനെ ഇത്തരത്തിലുള്ള ക്രിറ്റിസിസംസ് ഒക്കെ കാരണം 1991 നമ്മൾ പുതിയൊരു ന്യൂ എക്കണോമിക് പോളിസി സ്റ്റാർട്ട് ചെയ്തു. അതാണ് 91 എന്ന് പറഞ്ഞ ഇയറിൻ്റെ പ്രത്യേകത. ഓക്കെ.